ഇനി കണ്ണൂർ മണ്ഡലമാണ്. കണ്ണൂർ മണ്ഡലം പ്രധാനമായിട്ടും കണ്ണൂർ കോർപ്പറേഷനാണ്. പിന്നെ ഒരു മുണ്ടേരി പഞ്ചായത്തും വരുന്നുണ്ട്. ഒരു പഞ്ചായത്തോട് വരുന്നതാണ് കണ്ണൂർ മണ്ഡലം വരുന്നത്. അതിന്റെ ലോക്കൽ ബോഡി വോട്ട് നോക്കുവാണെങ്കിൽ കണ്ണൂരിൽ UDF ആണ് മുന്നിൽ. 57,455 വോട്ട്, 45% വോട്ടുണ്ട്. LDFന് 33%, 42,000 വോട്ടാണുള്ളത്. NDA BJPക്ക് 10%, 13,000 വോട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങളിൽ അനലൈസ് ചെയ്തതിൽ ആദ്യമായിട്ടാണ് BJPക്ക് 10% ക്രോസ് ചെയ്യുന്ന ഒരു മണ്ഡലം കണ്ടത്. മറ്റുള്ളവ എല്ലാം കൂടെ 10% ഉണ്ട്. 12,000 വോട്ട് സ്വതന്ത്രർക്കും മറ്റുള്ളവർക്കും ഉണ്ട്. UDFന് 37 മെമ്പർമാരുണ്ട് ഉള്ളപ്പോൾ LDFന് 24 പേരേ ഉള്ളൂ. NDA 1, അതേഴ്സ് 1. അത് ഒന്ന് കണ്ണൂർ കോർപ്പറേഷൻ പ്രധാനമായിട്ടുള്ളതുകൊണ്ടാണ് മെമ്പർമാരുടെ നമ്പർ പറയുന്നത്. കോർപ്പറേഷനിലെ പിന്നെ ഒരു പഞ്ചായത്തല്ലേ ഉള്ളൂ, ലോക്കൽ ബോഡി 2 ഉള്ളൂ. അപ്പം 37 മെമ്പർമാരുണ്ടെന്ന് പറയുമ്പോൾ തന്നെ കണ്ണൂർ കോർപ്പറേഷൻ UDF ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ ഒരു അട്ടിമറി വിജയം കൂടെ ഉണ്ട്, ഒരു അഡ്വാൻറ്റേജ് UDFിൽ ഇരിക്കുകയാണ് ഇപ്പോൾ. നമുക്ക് അതിന്റെ ഹിസ്റ്ററി നോക്കാം. കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിന്റെ കോൺഗ്രസ് AP അബ്ദുള്ളക്കുട്ടി മത്സരിച്ച് ജയിച്ചാണ്. അദ്ദേഹം കോൺഗ്രസോട്ട് വന്നിട്ട് ജയിച്ചൊരു മണ്ഡലമാണ്. അത് കഴിഞ്ഞ് കോൺഗ്രസ് അത് 2016 നിലനിർത്തി. കടന്നപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ് അത് കോൺഗ്രസ് LDFന്റെ ആണ്. കോൺഗ്രസിനെ UDFിനെ തോപ്പിച്ച് LDF കടന്നപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ് എസിനെ മത്സരിപ്പിച്ച് ഘടകകക്ഷിക്ക് കൊടുത്ത് ജയിച്ചത്. അപ്പോൾ 2023 അദ്ദേഹം തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. സതീശൻ പാച്ചേരിയെ തോപ്പിച്ചാണ് അദ്ദേഹം ജയിച്ചത്. ചെറിയ മാർജിനായിട്ടോ, 2000 വോട്ടിന്റെ വ്യത്യാസത്തിനാണ് ജയിച്ചത്. ഇപ്പോഴും കോൺഗ്രസ് എസ് കടന്നപ്പള്ളി രാമചന്ദ്രൻ തന്നെയാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ TO മോഹനൻ, BJPയുടെ C രഘുനാഥൻ ആണ് മത്സരിക്കുന്നത്. ഇപ്പൊ കണ്ണൂരിന്റെ ഇത് വെച്ചിട്ട് കണ്ണൂർ കോർപ്പറേഷൻ ഇപ്പൊ പിടിച്ചത് കൊണ്ടും ലോക്കൽ ബോഡിയിൽ ഒരു അഡ്വാൻറ്റേജ് UDFന് ഉള്ളത് കൊണ്ടും, അതേപോലെ ഈ വോട്ടുകളിൽ തന്നെ കുറച്ച് കുറവ്, ഭരണവിരുദ്ധത കൊണ്ട് കുറച്ച് കുറവ് LDF ക്യാമ്പിലെ വോട്ടുകൾ വരും. ഇപ്പൊ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലോക്കൽ ബോഡിയിൽ കണ്ണൂരിൽ UDF മുന്നിലാണ്. പിന്നെ അതേപോലെ UDFന് കൂടുതൽ മെമ്പറും കൗൺസിലർമാരും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ണൂർ മണ്ഡലം ഇത്തവണ UDF ജയിക്കുമെന്നാണ് എൻ്റെ അനാലിസിസ്.